ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹാമിദ് ആറ്റുകോയ തങ്ങളെക്കുറിച്ചുള്ള പല വിവാദങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. കാരണം അദ്ദേഹം യത്തീമക്കളെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ യത്തീമക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരുപാട് സാമ്പത്തികം തട്ടിയെടുക്കുന്ന അല്ലെങ്കിൽ കോടികൾ തട്ടിയെടുക്കുന്നുണ്ടെന്നുള്ള പരാതികളൊക്കെ കേൾക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽ നമ്മുടെ ഹാമിദ് ആറ്റുകോയ തങ്ങൾ അദ്ദേഹം നിങ്ങൾക്കൊക്കെ സഹായം തരുന്നുണ്ടോ? അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്ന് വ്യക്തമാക്കി പറഞ്ഞുകൊണ്ടോ? നമുക്കത് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ വിവാദങ്ങളൊക്കെ യാഥാർത്ഥ്യം എന്ന് അറിയണം, അത് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കുട്ടികളായിട്ട് കുറേ വാതിക്കം മുട്ടിയിരിക്കണം, ആരും ഏറ്റെടുത്തില്ല. ലാസ്റ്റ് അത്താനിയായിട്ട് തങ്ങൾപ്പാപ്പാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. അത് തങ്ങൾപ്പാപ്പ മാസം മാസം കായ് കൊടുക്കണമുണ്ട്, അല്ലാതെ അത് ഒരു തെറ്റും ചെയ്യണില്ല. അത് നല്ലതേ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ആയുസ്സും അതിൻ്റെ ദീർഘായുസ്സും മേലായുസ്സും ഇട്ട് കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ 5 ഒത്തുണ്ട് ആർക്കാണ്. ആര് എന്ത് പറഞ്ഞിട്ടെന്താ, ഇതിമ ഒരു പ്രശ്നം ആരും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കാരണം തങ്ങൾപ്പാപ്പാക്ക് അള്ള ഇറക്കും എല്ലാ കാര്യവും. തങ്ങൾപ്പാപ്പാനെ കൊണ്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അതാരും പിന്മാറുമില്ല. പറയുന്നതൊക്കെ വെറുതാണ്. ഞങ്ങളെ മക്കൾക്ക് ഒരു സൈക്കിൾ പോലും കിട്ടാൻ പാകില്ലായിരുന്നു. തങ്ങൾപ്പാപ്പ കായ് തന്നിട്ടാണ് 2 ആൾക്കും ഓരോ സൈക്കിൾ വാങ്ങിയത്. ഞങ്ങളെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത് തങ്ങൾപ്പാപ്പ ഞങ്ങൾക്ക് മാസം മാസം കായ് തന്നിട്ടാണ്. ഇപ്പം നോമ്പാണ് ഈ വന്നിക്കുന്നത്, ഡ്രസ്സ് എടുക്കാനും ചെലവിനുള്ള പൈസ ഒക്കെ വന്നു. അല്ല തങ്ങൾപ്പാപ്പ മക്കളെ കാട്ടിയിട്ടൊന്നും കായ് വാങ്ങണില്ല. അതൊക്കെ ജനങ്ങൾ വെറുതെ പറയുന്നു. എനിക്ക് 2 മക്കളുണ്ട്, ഒരാണും ഒരു പെണ്ണുണ്ട്. ഇവർക്കിപ്പോ തങ്ങൾപ്പാപ്പ എല്ലാ മാസം തരുന്നുണ്ട്, എല്ലാ മാസം തരുന്നുണ്ട്. അത് കുട്ടികളെ കാട്ടിയിട്ടൊന്നുമല്ല, അതൊക്കെ വെറുതെ പറയും. അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കണം തങ്ങൾപ്പാപ്പ. അപ്പോൾ അവർക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അവരതിൽ കിട്ടും. ഇങ്ങോട്ട് വരണമെന്നില്ല, അത് നമ്മളെ അടിമേൻ്റെ അടുത്ത് കൊടുത്തേക്കും. അല്ലെങ്കിൽ ഞാൻ കോട്ടയ്ക്ക വന്നുകൊണ്ട് ഞാൻ വാങ്ങും. അമ്മ ഇങ്ങോട്ട് വരണമെന്നൊന്നുമില്ല. അതൊക്കെ വെറുതെ പറയണം, ഇത്തന്നെ പറയണം. തങ്ങൾപ്പാപ്പാനോടുള്ള അസൂയ പറയണം. അല്ലാതെ ഒന്നുമില്ല. അതിനെക്കൊണ്ട് ഇല്ലാത്ത നൊമ്പീരാനും പറയും. അതിന് പഠിച്ച റബ്ബ് അവർക്ക് കൊടുക്കും. അതിൻ്റെ ദീർഘായുസിനും മേലായുസിനും പഠിച്ചാൽ അതിനിട്ട് കൊടുക്കട്ടെ. ഞങ്ങളെ കുട്ടികളെ ഒക്കെ അതിന് പോകുന്നുണ്ട്. തയ്യും. സംഖ്യ കിട്ടുന്നുണ്ട്. തങ്ങൾപ്പാപ്പ തന്നിട്ട് ഞങ്ങൾ കൊടുക്കുന്നു. അദ്ദേഹത്തിന് പഠിച്ചോന് ആയുസ് ആഫിയത്ത് ആരോഗ്യം കൊടുക്കട്ടെ. വാടക കൊടുക്കണമെങ്കിൽ തങ്ങൾപ്പാപ്പാന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ വന്ന ആളുകൾ മാത്രമേ ഉള്ളൂ, ഇത്ര കുടുംബം ഉള്ളൂ, അതോ ഇനി വേറെ ഇതിലേക്ക് നിങ്ങളുടെ അറിവിലേതൊരു എത്തിമക്കളെ കുടുംബം ഇനി വരാൻ കൊറേ ഉണ്ട്? നിങ്ങൾ ഈ വിഷയം അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണോ? ഞങ്ങളെ അടുത്തേക്ക് കാണാൻ വന്നതാ? പെരുന്നാൾ ഡ്രസ്സിന്റെ പൈസ ഞങ്ങൾ പെരുന്നാൾക്ക് ഡ്രസ്സ് തരാന്ന് പറഞ്ഞിട്ട് തങ്ങൾപ്പാപ്പാന്റെ അടുത്തേക്ക് വന്നാണ്. തങ്ങൾപ്പാപ്പ പൈസ തരാന്ന് പറഞ്ഞു. ഞങ്ങൾക്കിപ്പോ ഇൻഷാ അല്ലാഹ് ഒരു ബുദ്ധിമുട്ടുമില്ല. തങ്ങൾപ്പാപ്പ നോക്കിയിട്ട് എന്റെ കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ വാടകയായിട്ട് ജീവിതമായിട്ടും അങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട്. കൊറേ ഞങ്ങള് കണ്ണീര് കുടിച്ചതാണ്. ഇപ്പൊ സന്തോഷാണ്, ജീവിതത്തിൽ സന്തോഷാണ്. നമ്മൾ ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കാണല്ലോ, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നുകൊണ്ടിരിക്കാണല്ലോ. ഈ ബുദ്ധിമുട്ട് നോക്കിക്കാണുന്നത്, അതായത് ഇപ്പൊ ഈ ബുദ്ധിമുട്ടിലും ഈ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് പോകുമ്പോഴും ഇതേ അവസ്ഥകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അതായത് ഈ പൈസ വീട്ടിൽ എത്തിയിട്ടുണ്ടോ, അതോ ബ്ലോക്ക് ആയിട്ടുണ്ടോ? ഞാനിവിടെ വന്ന് വാങ്ങലാണ് പൈസ, എല്ലാ മാസം ഇവിടെ വന്ന് വാങ്ങും. എന്താ നാട്ടുകാരാണോ അതോ അല്ല? പിന്നെ നിങ്ങളെ ശരിക്കും തങ്ങെടുത്തിട്ട് എങ്ങനെ എത്തിയത്? എങ്ങനെയാണ് തങ്ങെടുത്തത്? പിന്നെ സ്റ്റേജിൽ വെച്ച് തങ്ങളെ ഏറ്റെടുത്തെന്ന് പറഞ്ഞത് അന്നേ ആ ഒരു പ്രശ്നത്തിന് ശേഷം വേറെ ആരെങ്കിലും ഇത് പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കിയിരുന്നു? അതല്ലാതെ പുറത്തുനിന്ന് ആരെങ്കിലും കോളായിട്ടോ ഒന്നുമില്ല അല്ലേ? ഞങ്ങള് വിളിക്കാറുണ്ടോ? നാട്ടില് സ്റ്റേഷനിലൊക്കെ വന്നിട്ട് പരാതിയൊന്നും ഇല്ലാന്നൊക്കെ
ഞങ്ങൾ വിളിക്കാറുണ്ടോ കുടുംബങ്ങളെ? വിളിക്കണ്ടോ? ഞങ്ങൾ വിളിക്കണ്ടോ? അതായത് ഞങ്ങൾ വിളിച്ചിരുന്ന കാര്യം അന്വേഷിക്കാറുണ്ടോ?